എരിക്കട്ടയായി കടന്നാൽ അതിന്റെ ഒരു മൂല്യമില്ല. പക്ഷെ ദൈവം പറയുന്നു അതിനെ ഒരു കനലാക്കി മാറ്റണം. ഒരു കനലിറങ്ങി അത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കരിക്കട്ട കനലായി തീർന്നാൽ അതിന് ചൂട് പകരാൻ കഴിയും, പ്രകാശം പകരാൻ കഴിയും, വെളിച്ചം കൊടുക്കാൻ. അതുപോലെ തന്നെ അതിലല്പം കുന്തിരിക്കുമിട്ടാൽ സുഗന്ധം പകരുത്തും. ഒരു ഇരുമ്പ് കഷ്ണം അതിലിട്ടാൽ അതിനെ പഴിപ്പിച്ച് വ്യത്യസ്ത രൂപത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും. അതേസമയത്ത് കരിക്കട്ടയ്ക്ക് അത് സാധ്യമല്ല. ഈ കനലായി തീരുമ്പോഴാണ് ഈ കരിക്കട്ടയെ കനലാക്കുമ്പോൾ ഈ മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പൊ മനുഷ്യൻ വെറും കരിക്കട്ടയായി പോയിരുന്നാൽ മതിയോ? അതെയോ ഈ ആത്മാവില പരിശുദ്ധാത്മാവാകുന്ന അഗ്നി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് അവനൊരു കനലായി തീരുമ്പോഴാണ്. നമുക്കറിയാം കൽക്കട്ടയിലെ മദർ തെരേസയെ കുറിച്ച് നമ്മൾ എല്ലാവരും വായിക്കുന്നുണ്ട്. അവരുടെ പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റ് 1 മണിക്കൂർ ദൈവകാര്യത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അവരുടെ ജീവിത വഴികളിലേക്ക് അവർ ഇറങ്ങിയത്. അവരുടെ തൊഴിൽ എന്താണെന്ന് നമുക്കറിയാം. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരുടെ അടുക്കിലേക്ക് ഒരമ്മയുടെ സ്നേഹം കൊടുത്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുക. കൽക്കട്ട തെരുവിൽ തുടങ്ങിയ ആ പുണ്യപ്രവൃത്തി ലോകം മുഴുവനും വ്യാപിക്കപ്പെട്ടു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ദൈവത്തിന്റെ അഗ്നി അവരിൽ ഇറങ്ങിയപ്പോൾ ഏത് വിധത്തിലുള്ള രോഗിയെയും അവർ ക്രിസ്തുവായി കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ മകനായി കണ്ടുകൊണ്ട് അവരെ സ്വീകരിച്ച് ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുക്കുകയും കുഷ്ഠരോഗികളെ പോലും ഒരറപ്പും കൂടാതെ ശുശ്രൂഷിക്കുവാനുള്ള കരുത്ത് അവർ നേടിയെടുത്തത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അവരിൽ ഇറങ്ങിയപ്പോഴാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അഗ്നി ഇറങ്ങുമ്പോഴാണ് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുക. അനേകം മക്കൾ ഇന്ന് പല നന്മ പ്രവർത്തികളും ചെയ്യുന്നുണ്ട്.